പൂക്കോട് വെറ്ററിനറി കോളേജിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായി പിന്നീട് മരണം സംഭവിച്ച സിദ്ധാർത്ഥനെതിരെ ഒരു പെൺകുട്ടിയെ നൽകിയ പരാതി വിവാദത്തിലായിരിക്കുന്നു. സിദ്ധാർത്ഥൻ മരിച്ച അതേ ഫെബ്രുവരി 18-ാം തീയതിയാണ് ഈ പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നത്. ഇന്റേണൽ കമ്മിറ്റി സിദ്ധാർത്ഥൻ മരിച്ച് 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ പരാതി പരിശോധിച്ചിരിക്കുന്നത്. കേസിൽ ഒരാൾ കൂടി ഇന്ന് കോടതിയിൽ കീഴടങ്ങി. ഈ വിവാദമായിരിക്കുന്ന പരാതിയുടെ അടിവേരുകൾ പരിശോധിക്കുന്ന റിപ്പോർട്ടുമായി നമുക്കൊപ്പം ചേരുന്നു അഭിജിത്ത് മുഴക്കുന്ന്, കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, പറയൂ, എന്താണ് ശരിക്കും ഈ മരണ ദിവസം തന്നെ ഒരു പരാതിയുമായി ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നത്? അതിലെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? SKN അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ എൻക്വയറി റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നത്. അടിമുടി ദുരൂഹമാണ് ഈ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയാതെ വയ്യ. കാരണം സിദ്ധാർത്ഥൻ മരിക്കുന്നത് ഫെബ്രുവരി 18-നാണ്. ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നതും അതേ ദിവസമാണ്. ശേഷം ഈ കോളേജ് അധികൃതർ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന് ഈ റിപ്പോർട്ട് കൈമാറുന്നത് ഫെബ്രുവരി 20-ന്, അതായത് സിദ്ധാർത്ഥൻ മരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഒപ്പം തന്നെ ഈ സിദ്ധാർത്ഥന്റെ മരണം നടന്നതിന് ശേഷം ഈ പരാതി പരിശോധിച്ച ICC സിദ്ധാർത്ഥനെതിരായ ഒരു അന്വേഷണം നടത്തുന്നു. ശേഷം ഈ യോഗം ചേരുന്നത് 20-നും, അതായത് ഫെബ്രുവരി 20-നും 26-നുമാണ്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സിദ്ധാർത്ഥൻ മരിച്ചു എന്നറിഞ്ഞതിന് ശേഷവും ഇത്തരത്തിൽ ഒരു യോഗം ഈ കമ്മിറ്റിയുടെ ICCയുടെ ഭാഗമായി ചേരുന്നു. തുടർന്ന് അവർ കണ്ടെത്തുന്നത് ഈ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതിയിൽ പരാതിക്കാരനെതിരെ നോട്ടീസ് നൽകാൻ തങ്ങൾക്ക് നിർവാഹമില്ല. കാരണം പരാതിക്കാരൻ മരിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും ദുരൂഹത ഉണർത്തുന്ന ഒരു കാര്യം, ഈ പ്രതിപ്പട്ടികയിൽ ഉള്ളതെല്ലാം തന്നെ SFIയുടെ പ്രവർത്തകരാണ്, SFIയുടെ ഭാരവാഹികളാണ്. അതിൽ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, യൂണിയൻ പ്രസിഡന്റ് ഉണ്ട്, യൂണിയൻ അംഗവുമുണ്ട്. അതിനാൽ തന്നെ ഈ പ്രതികൾക്കുമേൽ പ്രതിരോധം തീർക്കാനാണോ ഇത്തരത്തിലുള്ള ഒരു പരാതി, ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നുള്ളതാണ് ഏറ്റവും സംശയമുണർത്തുന്ന ഒരു കാര്യം. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കോളേജിന്റെ നിലപാടിനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വന്നതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു എൻക്വയറി റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് എപ്പോഴാണ്, അതായത് ഡേറ്റ് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എപ്പോഴാണ്, ഏത് സമയത്താണ് ഈ കുട്ടി പരാതി നൽകിയത്, ഈ പെൺകുട്ടി സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ തന്നെ അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു എൻക്വയറി റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിനാൽ തന്നെ ഇതിനകത്ത് ഒരു സംശയവും നിഴലിക്കുന്നുണ്ട്. അതായത് ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കമാണോ കോളേജിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്? അതിനാൽ തന്നെ ഈ പരാതി കെട്ടിച്ചമച്ചതാണോ? ഒപ്പം തന്നെ ഈ എൻക്വയറി റിപ്പോർട്ട്, ICCയുടെ ഭാഗത്തു നിന്നുള്ള എൻക്വയറി റിപ്പോർട്ട്, അതിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നിലവിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. SKN. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ സിദ്ധാർത്ഥൻ്റെ മരണ ദിവസം തന്നെ പെൺകുട്ടി പരാതി കൊടുത്തത് വളരെ വിചിത്രമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കട്ടെ. ഇതോടെ ഈ പ്രതികരണ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റാണ്. TK റീജിത്ത് വരും. അത് കഴിഞ്ഞാൽ എൻകൗണ്ടറിൻ്റെ ഊഴമാണ് ഹാഷ്മി താജ് ഇബ്രാഹിം അവതരിപ്പിക്കും. എൻകൗണ്ടർ അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. നല്ല രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.